Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 20th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about the topic credit creation, and in this lecture, we are going to continue with the same topic, that is credit creation. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 5 പോയിന്റ്സ് വരെ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ബിഗിൻ വിത്ത് ദ 6th വൺ, ദാറ്റ് ഈസ് മോണിറ്ററി പോളിസി. Monetary policy of the central bank also influences the extent of creation of credit. The central bank is the controller of credit in the country. So, central bankന്റെ മോണിറ്ററി പോളിസിയും ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റിൻ്റെ എക്സ്റ്റെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മോണിറ്ററി പോളിസി മീൻസ് സെൻട്രൽ ബാങ്ക് നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അനൗൺസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. സോ ഈ മോണിറ്ററി പോളിസിയും എക്സ്റ്റെൻറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആൻഡ് സെൻട്രൽ ബാങ്ക് നമ്മുടെ രാജ്യത്തെ ക്രെഡിറ്റിൻ്റെ കൺട്രോളറാണ്. 7th one is leakages. Actual credit creation by the banking system may be considerably smaller than the political credit creation due to certain leakages. So, actual credit creation, banking systemത്തിൻ്റെ actual credit creation certain leakages കാരണം പൊട്ടൻഷ്യൽ ക്രെഡിറ്റ് ക്രിയേഷനേക്കാളും കുറവായിരിക്കും, കൺസിഡറബിളി സ്മോളർ ആയിരിക്കും. അതായത് സർട്ടൺ ലീക്കേജസ് കാരണം ഭാവിയിലെ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ എമൗണ്ടിനേക്കാളും സ്മോളർ ആയിരിക്കും, കൺസിഡറബിളി സ്മോളർ ആയിരിക്കും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ആക്ച്വൽ ക്രെഡിറ്റ് ക്രിയേഷൻ. ആൻഡ് ദർ ആർ അറ്റ്ലീസ്റ്റ് 2 such ലീക്കേജസ് ഇൻ ദ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്. ആൻഡ് ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള 2 ലീക്കേജസ് ആണ് ഉള്ളത്. ആ ലീക്കേജസിലെ ഫസ്റ്റ് വണ്ണാണ് എക്സസ് റിസർവ്സ്. ബാങ്ക്സ് മേ നോട്ട് ബി വില്ലിംഗ് ടു യൂട്ടിലൈസ് ദെയർ സർപ്ലസ് ഫണ്ട്സ് ഫോർ ഗ്രാൻറ്റിംഗ് ലോൺസ് ആൻഡ് മേ ഡിസൈഡ് ടു മെയിൻറ്റെയിൻ എക്സസ് റിസർവ്സ്. അതായത് ബാങ്ക്സ് അവരുടെ സർപ്ലസ് ഫണ്ട് ഗ്രാൻറ്റിംഗ് ലോൺസ്, അതായത് ലോൺസ് ഗ്രാൻറ്റ് ചെയ്യുന്നതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. അവരുടെ എക്സസ് റിസർവ് ആയിട്ടത് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നത്. സച്ച് എ സിറ്റുവേഷൻ അറൈസസ് വെൻ ദർ ഇസ് എ ഫിയർ ഓഫ് സിഗ്നിഫിക്കൻസ് റൈസ് ഇൻ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് വെൻ ദ എക്കോണമി ഈസ് ലീഡിങ് ടുവേർഡ്സ് എ റിസെഷൻ. അതായത് 2 സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ സർപ്ലസ് ഫണ്ട് ലോൺ ഗ്രാൻറ്റ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാതെ എക്സസ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ആ സർക്കംസ്റ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റൈസ് ഉണ്ടാകുമെന്നുള്ള ഒരു ഫിയർ ഉണ്ട്. ആൻഡ് അതുപോലെ എക്കോണമി ഒരു റിസഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ്. ഈ 2 സാഹചര്യങ്ങളിലുമാണ് എക്സസ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. The excess reserves, the smaller the credit multiplier. അതായത് എക്സസ് റിസർവ്സ് കൂടും തോറും, ഗ്രേറ്റർ ആകും തോറും ക്രെഡിറ്റ് മൾട്ടിപ്ലയർ സ്മോളർ ആകും. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ is currency drains. Loans extended by the banks are assumed to return by way of new deposit, but people may not return the entire amount or return only a part of it. To that extent, credit creation is limited. അതായത് ലോൺസ്, ബാങ്ക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലോൺസ് ഒരു പുതിയ ഡെപ്പോസിറ്റായി റിട്ടേൺ ചെയ്യപ്പെടും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഈ ലോണിൻ്റെ ഫുൾ എമൗണ്ടും, അതായത് എൻറ്റയർ എമൗണ്ടും പീപ്പിൾ റിട്ടേൺ ചെയ്യില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രം, അതിൻ്റെ ഒരു ഭാഗം മാത്രം റിട്ടേൺ ചെയ്യും. ഇത്തരത്തിൽ റിട്ടേൺ ചെയ്യുന്ന എക്സ്റ്റെൻറ്റ് വരെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്നത്. സോ ക്രെഡിറ്റ് ക്രിയേഷൻ ഇസ് ലിമിറ്റഡ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. 8th limitation of credit creation is development of banking system. Development of banking system and the banking habits of the people also influence the extent of credit creation. Banking habits in turn depend upon the development of banking system. So, ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റും ആൾക്കാരുടെ ബാങ്കിങ് ഹാബിറ്റ്സും ക്രെഡിറ്റ് ക്രിയേഷൻ്റെ എക്സ്റ്റെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ബാങ്കിങ് ഹാബിറ്റ്സ് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റും ബാങ്കിങ് ഹാബിറ്റ്സും ഇത് രണ്ടും ക്രെഡിറ്റ് ക്രിയേഷൻ്റെ എക്സ്റ്റെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ബിഹേവിയർ ഓഫ് അതർ ബാങ്ക്സ്.
Power of credit creation is further limited by the behavior of other banks. If some of the banks do not advance loans to the extent required of the banking system, the chain of credit expansion will be broken. അതായത് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ദ പവർ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ മറ്റ് ബാങ്കുകളുടെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് ബിഹേവിയർ ഓഫ് അതർ ബാങ്ക്സ് എന്ന ഫാക്ടർ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ പവറിനെ ലിമിറ്റ് ചെയ്യുന്നു. ഇൻ കേസ് ബാങ്കിങ് സിസ്റ്റത്തിൽ റിക്വയർഡ് ആയിട്ടുള്ള എക്സ്റ്റെൻഡ് വരെ ബാങ്ക്സ് ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നില്ല എങ്കിൽ ക്രെഡിറ്റ് എക്സ്പാൻഷൻ്റെ that chain will be broken. And the 10th one is use of check. When the use of check is very popular among the public, they pay check to settle accounts and hence cash position of the bank is not affected. അതായത് ആൾക്കാരുടെ ഇടയിൽ, പബ്ലിക്കിൻ്റെ ഇടയിൽ ചെക്കിൻ്റെ യൂസ് അത് വളരെ പോപ്പുലർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പബ്ലിക്ക് അവരുടെ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നതിനായിട്ട് ചെക്ക് യൂസ് ചെയ്യും. ചെക്ക് പേ ചെയ്തുകൊണ്ടായിരിക്കും അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അഫക്റ്റഡ് ആകാതെ എക്സിസ്റ്റ് ചെയ്യും. സോ ഇത്രയുമാണ് ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ലിമിറ്റേഷൻസ്. Hope you all understand about the topic credit creation. Thank you.